കമീൻ സർ? ആ വിവേക്, വരൂ, ഇരിക്കൂ. വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ വിവേക്? അതെ സർ. രണ്ടുപേരും? അതെ. അനന്തനും നന്ദിനിയും ഇതറിഞ്ഞിട്ടുണ്ടോ? ഇന്നറിയിക്കും സർ. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ കാവ്യ? ഒരുപാട് വട്ടം ആലോചിച്ചിട്ടാ ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചത്. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് കുട്ടികളെ. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ഡൈവോഴ്സ് എന്നൊക്കെ പറയുമ്പോ എല്ലാം നിങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഒപ്പിട്ടോളൂ. പെറ്റീഷൻ ഫയൽ ചെയ്യാം, പക്ഷെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. 3 സിറ്റിംഗ് ഉണ്ടാവും കൗൺസിലിങ്ങിന്. കൗൺസിലിംഗ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സർ. എത്രയും പെട്ടെന്ന് ഒഫീഷ്യലായി സർ കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചു തരണം. കുട്ടികൾ വന്നു. നീ എന്നെ വീണ്ടും തോൽപ്പിച്ചു കളഞ്ഞല്ലോടാ. നിന്റെ എക്സാമിനേഷന്റെ റിസൾട്ട് വന്നു. നീ 90% മാർക്കോടെ പാസ്സായടാ. മിടുക്കൻ. അച്ഛന് സന്തോഷമായി. ഞാൻ ഫ്ലാറ്റ് മുഴുവൻ ലഡു വിതരണം ചെയ്തു. ചില കൈക്കളവുകൾ എന്നോട് ചോദിക്കാം വിശേഷം വല്ലതായോന്ന്. ഞാൻ പറഞ്ഞു ആ വിശേഷത്തിനുള്ള ജിലേബി പുറകെ വരുമെന്ന്. ശരിക്കും വിശേഷം വല്ലതായോ? ഒന്ന് പോടാ. മോളെന്താ ഒന്നും പറയാത്തെ? എന്താ മോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? അപ്പൊ അത് തന്നെ, വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ മുഖം വാടുമെന്ന് അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് എല്ലാവർക്കും സന്തോഷത്തിന്റെ ദിവസമാണ്. എനിക്കൊരു സന്തോഷം വേണ്ടേ? വേണ്ടെന്നെ. നീ വന്നേ. നിന്റെ ജോലിക്കാര്യത്തിൽ ഞങ്ങൾ തമ്മിലൊരു ധാരണയൊക്കെ ആയി. നീ USA പോണോ UK പോണോ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ. നീ UK തന്നെ പോകണം. അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ എന്തോ അത് സ്പോയിൽ ചെയ്യാൻ തോന്നിയില്ല. ടെൻഷൻ വേണ്ട, നാളെ തന്നെ അവരോടെല്ലാം പറയാം. എന്തൊക്കെയാണ് നീ പറയുന്നേ? ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു? മനസ്സിലായടാ. വീട്ടിലോരോ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തിയിട്ട് എക്സാം പാസ്സായതിന്റെ പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അടവല്ലേ? മറ്റാരോട് ഞാൻ കള്ളം പറഞ്ഞാലും നിങ്ങളോട് ഞാൻ കള്ളം പറയില്ല. സത്യമായിട്ടും ഞങ്ങൾ പിരിയ. ഡോക്യുമെന്റ്സ് ഒപ്പിട്ടു. കോടതിയിൽ അപ്പിയർ ചെയ്യാനുള്ള ഡേറ്റ് അറിയിക്കും. എന്താടാ, എന്താ നടന്നേ? ഞങ്ങളോട് പറയടാ. എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ സോൾവ് ചെയ്യാം. വേണ്ട,
പിരിയാന്നുള്ള ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇതോട്ട് കീറങ്ങ വെച്ചാണ്ടല്ലോ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ആദ്യം കുറെ സീൻസ് ഉണ്ടാക്കി. ഇപ്പൊ അതുപോലെ എന്തോ എടുത്തു ചാട്ടം ഇതും. നമുക്ക് ഇവരോട് സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതാ. ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ അറിയിക്കും. ഈ കല്യാണം നടത്താൻ മുൻകൈ എടുത്തത് ഞങ്ങളാ. അതുകൊണ്ട് ഇതിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വം അധികാരവും ഞങ്ങൾക്കുണ്ട്. നീ വാടാ, ഇവരോട് സംസാരിക്കണ്ട. പ്ലീസ് വേണ്ട. എന്താടാ FM-ന്റെ ഇഷ്യൂ ആണോ? ചോദിച്ചു കേട്ടില്ലേ, ഞങ്ങളോട് പറയടാ. അത് തന്നെയാണോ ഇഷ്യൂ? യഥാർത്ഥ ഇഷ്യൂ നീയാ. ഞാനോ? ഞാനെങ്ങനെയാണ് ഇതിന് കാരണമായി? പറയാം. നല്ല 4 പിട വെച്ച് തരാനാ തോന്നുന്നത്. എന്റെ മോളെ, ഈ 5 പേരും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അത് നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു ബന്ധമാ. നമ്മളെക്കാളൊക്കെ വലിയ മനസ്സായി പിള്ളേരുടേത്. ആ വലിപ്പം കാണാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല മോളെ. കുറ്റം വേറൊന്നുമല്ല, നമ്മുടെ കാഴ്ചയുടേത് തന്നെ. മോളെ, വിവേകിനും ടീസിംഗും തമ്മിൽ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഇവിടെയോ അവന്റെ വീട്ടിലോ. പക്ഷേ ബന്ധങ്ങളിൽ ഇവർ സത്യസന്ധതയും നന്മയൊക്കെ കാണിച്ചു. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഇതാണെന്നറിഞ്ഞപ്പോ ഇവരിങ്ങോട്ട് ഓടി വരികയായിരുന്നു മോളെ, നിന്നെ വിളിച്ച് വിവരങ്ങൾ പറയാൻ. അങ്ങനാ മോളെ വിളിപ്പിച്ചത്. മോളെ, ഇവരുടെ മനസ്സുകൾക്കിടയിൽ അതിരും മതിലും ഒന്നുമില്ല. എല്ലാത്തിലും ഒരു അകലം സൂക്ഷിച്ചു മാറി നിൽക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ സംശയങ്ങളും ഉണ്ടാകും. എനിക്ക് കാവ്യയുടെ ഫീലിങ്സ് ശരിക്കും മനസ്സിലാവും. കുറച്ചുനാൾ മുമ്പ് വരെ ഞങ്ങൾ 5 പേരായിരുന്നു ഒരു ഗ്യാങ്ങിൽ. നിങ്ങളുടെ കല്യാണത്തിന് ശേഷം അത് 6 ആയി. അങ്ങനെ ഞങ്ങൾ കരുതിയുള്ളൂ. ആ ഒരു തീരുമാനമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കാര്യത്തിൽ പൊസസീവ്നെസ് ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്യാൻ വരുന്നത് ആരാണെങ്കിലും സഹിക്കില്ല, ശരിയാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല. സോറി, അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. റിയലി സോറി കാവ്യ. അഡ്വക്കേറ്റ് അരവിന്ദ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നോട്ടീസ് രജിസ്റ്റേർഡ് ആയിട്ട് തന്നെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 17th കോർട്ടിൽ പ്രസന്റ് ആകണം. കൗൺസിലിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടാൻ സ്കോപ്പ് ഉണ്ടോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. അന്നക്കുട്ടിയെ, അന്നമോ, മോളെ, ഡാഡി വന്നു. മോളെ അന്നമോ. അവളെ വിടില്ല. അവളെവിടെ പോയി? കറങ്ങാൻ പോയി. ഹലോ, പ്ലാൻറൂ. അപ്പോ നീ എന്നെ തൊടണ്ട, എന്നോട് സംസാരിക്കാൻ വേണ്ട. ദുഷ്ടൻ. ഒന്നടങ്ങെന്റെ അപ്പച്ച. ഫ്ലൈറ്റിൽ നിന്ന് 3 അടിച്ചു. പിന്നെ മണം അടിക്കുന്നതോ? അത് മണത്തിന് 1 എണ്ണം ഉണ്ട്. അപ്പച്ചുള്ള സാധനം ഉണ്ട്. ഒന്ന് കുളിച്ചേച്ചു വന്നിട്ട്. വാ, പിള്ളേര് വന്നു. ഈ പിള്ളേർക്ക് ഇത് എന്ത് പറ്റി? 2 ദിവസമായാലും ഒരു വാട്ടം. എന്തു പറ്റി മോളെ? എന്താടാ?
അത് എന്താടാ പറ. അച്ഛാ, ഞങ്ങള് മേ കം ഇൻ. ഫോർമാലിറ്റി ഒന്നും വേണ്ട ജീവൻ, കേറി വാടൂ. ഹലോ. ആളങ്ങ് തടിച്ചല്ലോ. ഇത് ദുബായിലെ ഫാസ്റ്റ് ഫുഡിന്റെ തടിയല്ലേ? എന്തായാലും ഇപ്രാവശ്യം രണ്ടുപേർക്കും 2 ഗിഫ്റ്റ് വാങ്ങിയില്ല, 2 ആൾ കൂടി 1 ഗിഫ്റ്റ് വാങ്ങി ഇന്നാ വാങ്ങിച്ചു. അത് പറ്റുകയില്ല, 2 പേരോട് ഒരുമിച്ച് വാങ്ങണം. ഓ താങ്ക് യു ജീവൻ. ഫ്രെഡി അങ്കിളുടെ മകൻ തന്നെ. അന്നക്കുട്ടിയുടെ പപ്പ തന്നെ. ചിന്ന പ്രായത്തിലേം കെട്ടിയല്ലൂടാ. ഒരു കണക്കിന് അതാ നല്ലത്. പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടുന്നതിനിടയ്ക്കുള്ള പ്രായം. അത് ആമ്പിള്ളാരെ സംബന്ധിച്ച് എന്ത് സംഭവിക്കാവുന്ന കാലമാണ്. എങ്ങോട്ട് വേണോ തിരിയാം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്. ആ ഏജിൽ ഗ്രഹനാഥനായ പിന്നെ ഒരു ഉത്തരവാദിത്വം അച്ചടക്കമൊക്കെ വരും, അല്ലയോ കാവ്യേ? പിന്നെ ഇവർക്ക് ഞാനൊരു വിവാഹ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പിടിയിടാകുവേ. എന്താ ഇത്? ദുബായിൽ അവനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ. നല്ല സാലറി, നല്ല ഫെസിലിറ്റീസ്. അപ്പൊ ഇത് പറയാനാണോ രണ്ടുപേരും കൂടെ പരിങ്ങി നിന്നത്? ഞാനും അപ്പച്ചനും ഇദ്ദേഹവും കൂടിയുള്ള ഒരു സംയുക്ത നീക്കം. എല്ലാം ഓക്കെ ആയിട്ട് പറഞ്ഞാൽ മതിയെന്ന് രഹസ്യ ധാരണയുണ്ടായിരുന്നു. ഓഹോ, താങ്ക് യു ജീവൻ. താങ്ക്സ് ഒന്നും വേണ്ട, ഇവൻ എന്റെ അനിയനല്ലേ. ഓപ്പൺ ടിക്കറ്റാ, നിനക്ക് എപ്പോ വേണമെങ്കിലും കയറി വരാം. അവിടെ വന്നൊന്ന് പച്ച പിടിച്ചേച്ച് ശ്രീമതിയെ കൊണ്ടുവരാം. ഏയ് വിഷമിക്കണ്ട കേട്ടോ, ഒരുപാട് വൈകില്ല. അങ്കിൾ ആന്റി പോണ്ടിച്ചേരി കവിയേച്ചി, നാളെ ഞാൻ ദുബായിക്ക് പോവാ. അപ്പച്ചൻ പറഞ്ഞാണല്ലോ, നാളെ രാവിലെ ഞങ്ങൾ പോകും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ജീവൻ. ജീവേട്ടാ, എന്താടാ? അത് എന്താടാ? ഏട്ടന്റെ കൂടെ ഞാനും നാളെ തന്നെ വരാം. ധൃതി പിടിക്കണ്ട, 1 മാസത്തിനകം എപ്പോ വന്നാലും മതി. അതെ മോനെ. തന്നെയുമല്ല, നിനക്ക് പ്രിപ്പറേഷനുള്ള ഒരു ടൈമൊക്കെ വേണ്ടേ? അതൊന്നും സാരമില്ല അച്ഛാ, ഏട്ടന്റെ കൂടെ ആകുമ്പോ എനിക്കൊരു കൂട്ടാകും. ഒരു കണക്കിന് ഇവൻ പറയുന്നതാ ശരി. എന്റെ കൂടെ വരികയാണെങ്കിൽ അതാ നല്ലത്. രാവിലെ ഞാൻ റെഡി ആയിരിക്കും. ശരി.